ഹായ് നിക്കണം കുറച്ചു മാറി കാണാം. തെലുങ്ക് പടമാണെന്ന് തോന്നുന്നു. തെലുങ്ക് പടം ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈം കേട്ടായിരുന്നു. നീ പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചു കാലം വെയിറ്റ് ചെയ്യാണ്. കുറെ പേര് വെയിറ്റ് ചെയ്യാണ്. അത് ആദ്യം മുതലേ കുറെ ട്രോളൊക്കെ വന്നു തുടങ്ങി പുള്ളിയുടെ ലുക്കും കോസ്റ്റ്യൂമും കണ്ടിട്ട്. കണ്ണപ്പ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ പരിപാടി എന്തായാലും മലയാളത്തില് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഭയങ്കര ഗംഭീര വിജയങ്ങൾക്ക് ശേഷം മലയാളത്തിൽ നിന്ന് മാറിയിട്ട് തെലുങ്കിലേക്ക് പുതിയൊരു പരീക്ഷണമായിട്ട് വീണ്ടും ചെല്ലുകയാണ്. പരീക്ഷണമായിട്ടല്ലേ, അല്ലാണ്ട് വേറെന്ത് പറയാ. അതിന്റെ മേക്കേഴ്സ് പറഞ്ഞത് ഇതൊരു രാജാവിന്റെ റോളാണ്. അപ്പൊ അതിന് ഭയങ്കര ആക്ടിങ് സ്കില്ലുള്ള ഒരു ആളെയും കൂടെ വേണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു ചൂസാണ് ചെയ്തിരിക്കുന്നത്. അല്ല പറയുകയാണെങ്കിൽ ഏട്ടന്റെ പറഞ്ഞ പോലെ വിരലോരെ അഭിനയിക്കുന്നല്ലേ പറഞ്ഞത്. എല്ലാവരും പറയുന്നത് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ടർമാരെ വരെ ലാലേട്ടന്റെ അഭിനയ മികവിനെയാണ് എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജൻ പോയി, ശങ്കർ, പൊട്ടിയുടെ കാര്യം പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന അങ്ങനെ ഇതൊന്നും പറയാനുള്ള. ലാസ്റ്റ് കണ്ണപ്പയില് നമുക്ക് ഒരു കോമഡി റോൾ ആയിട്ടേ തോന്നിയത്. റോസ്റ്റ് ചെയ്യാൻ 2.5 മണിക്കൂർ റോസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഈ പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്തായാലും ടീച്ചർ കണ്ടിട്ട് കണക്ട് ജർമ്മനിയുടെ ബാഹുബലിയുടെ മ്യൂസിക്കോ? ബാഹുബലിയുടെ ആദ്യത്തെ ഷോട്ട് ഉണ്ടല്ലോ. ഗ്രാഫിക്സ് പുള്ളിയുണ്ട്. സിംഗം വില്ലനാണല്ലേ ലാലേട്ടന്റെ കൈകൾ. അത് ചെറുപ്പക്കാരൻ സീല നോക്കണം. ഷോട്ടൊക്കെ കിട്ടുവാനുണ്ടല്ലേ. ലാലേട്ടനല്ലേ? പുതിയ കാലഘട്ടമുണ്ട്. സ്വപ്നം കാണാണോ? സംഭവത്തിന് വിഷ്വലൊക്കെ ചുമ്മാ അതെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഓരോ ഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. സംഭവം കിട്ടുകയാണ് കേട്ടോ. എന്നെ ഊക്കാൻ വേണ്ടിട്ട് എനിക്ക് ആക്ച്വലി അഭിനയൊക്കെ പുള്ളിയുടെ സെറ്റപ്പ് ആണെങ്കിൽ എനിക്ക് ഫൈറ്റ് ഒക്കെ ആർട്ടിഫിഷ്യൽ ഫൈറ്റ് പുള്ളിക്ക് ഭയങ്കര മെയ്വഴക്കൊക്കെ ഉള്ള ആളാണ്. അത് കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും പുള്ളി കുസ്തി ചാമ്പ്യൻ ആയിരുന്നു. പക്ഷെ വള്ളി കെട്ടിയിട്ട് വറക്കണ പോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. എനിക്ക് ഞാൻ പറയാ, അതായത് കുറച്ച് സീനൊക്കെ എന്തോ ചിലപ്പോ ശരീര പ്രകൃതിയുടെ ആയിരിക്കും. പക്ഷെ അതിന് മാത്രം കാണിച്ചില്ല. നമുക്ക് ഇത് കണ്ടൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പുലിയായിട്ട് ഫൈറ്റ് ചെയ്ത പോലെ ഇന്നത്തെ മലയാളത്തിൽ നടന്നു പറ്റും എന്നൊരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരും ഉത്തരം മുട്ടും കുറച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സംഭവം പിന്നെ എനിക്ക് ശരിക്കും ബാഹുബലിയുടെ റെഫറൻസ് ആയിട്ട് എന്ത് രാജകീയ പടം വന്നാലും അതിന്റെ ബ്ലൂ പ്രിന്റ് ബാഹുബലി. ആദ്യത്തെ ഷോട്ടാണ് മറ്റേ മഹിഷ്മതിയുടെ
ടോപ്പ് അത് വേറെ ഒന്നും കാണിക്കാനില്ല. എന്ത് ചെയ്താലും അങ്ങനെ ആവുള്ളൂ. എനിക്ക് അറിയാത്ത ആ കുഞ്ഞു പിള്ളേനെ എടുത്തു വെച്ച സീനില് കറക്റ്റ് ലാലേട്ടനെ കൊച്ചായ കൊച്ചിന് കുഞ്ഞത് നമ്മൾ ആദ്യമായിട്ടാ ലാലേട്ടൻ്റെ ഒരെണ്ണം റിയാക്ട് ചെയ്യണം. കുഴപ്പമില്ല, എക്സ്പെക്ട് ചെയ്തതിലും വൃത്തിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സംഭവം ശരിക്കും കേട്ടില്ല, ഇതിനെ കുറിച്ച് ഇതും കേട്ടില്ലായിരുന്നു. നീ പറഞ്ഞപ്പോ ഇടയ്ക്ക് വെച്ച് നിന്നു പോയെന്നൊരു റൂമർ ഉണ്ടായി. ഷൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് പക്ഷെ ഇനി പടം ഇറങ്ങൂല എന്നൊരു പറയുന്നത്. കണ്ണപ്പനെ വെച്ചിട്ട് എന്തായാലും ബെസ്റ്റ് സാധനമായിരിക്കും. കോസ്റ്റ്യൂം തന്നെ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടി വരും എങ്ങനെയാ. കാരണം അത്ര നല്ല പടമായാലാണ് ഒരു ഇമ്പാക്ട് ഉണ്ടാവുമല്ലോ. ലാലിന്റെ ഫസ്റ്റ് ടൈം തെലുങ്ക് ഹീറോ ആയിട്ട് അഭിനയാന്ന് തോന്നുന്നു. കളക്ഷൻ സംഭവം വിഷ്വലും എല്ലാം നല്ല ട്രീറ്റ് ആണെങ്കിൽ ആദ്യത്തെ 1000 കോടി 500 കോടി എന്തായാലും കേരളക്കര കാണും. അതൊക്കെ ഉണ്ടാവും. നല്ല സാധനമാണെങ്കിൽ. കാരണം ബാഹുബലി ഇറങ്ങിയ സമയത്തും അവര് ഫാന്റസി സ്റ്റാർസും ഡയറക്ടറൊന്നും അല്ല. പക്ഷെ തെലുങ്ക് ഓഡിയൻസിന് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. പുറത്തുനിന്ന് ഒരു ആക്ടർ വന്ന് അഭിനയിക്കുമ്പോ അവർക്ക് അവരുടെ സ്വന്തം നാട്ടിലുള്ളവരോട് ഉള്ള സ്നേഹത്തിന് ഒരു കുറവായിരിക്കും. ഭയങ്കരമായിട്ട് മലയാളം ആക്ടേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ ദുൽഖർ, നസ്ലിൻ, പിന്നെ ശരിക്കും പറഞ്ഞ ലാലേട്ടന്റെ ജൂനിയർ NTR ഉള്ള പടത്തിൽ ലാലേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. അതുകൊണ്ട് അതൊന്നും പറയാൻ നമുക്കിപ്പോ ട്രെയിലറോ എന്തെങ്കിലും കൂടെ വന്നാലേ കുറച്ചും കൂടെ സംഭവം കൊള്ളാം. മ്യൂസിക് ആയാലും എനിക്ക് അതാണ് സംഭവം. വിഷ്വലായാലും നല്ല രസമുണ്ട്. പിന്നെ ഇതിന് ഇത്ര ചെറിയ ഷോട്ടിൽ സംഭവം മറ്റേ ആവേശഭരിതമായിട്ടുള്ള സാധനം ഒന്നും ഇല്ല. ടൈം ട്രാവലർ അല്ല, എനിക്ക് ഫ്ലാഷ് ബാക്ക് ആണ് സാധനം. ഫ്ലാഷ് ബാക്ക് അല്ല, അതായത് ഫ്യൂച്ചർ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ കാണിക്കേണ്ടത്, പിന്നെ ബാക്ക് ടു ഇതിലേക്ക് പോകണ്ടേ. പുനർജന്മാണോ പോലത്തെ എന്തെങ്കിലും തന്നെയാണല്ലോ പ്രസന്റും പാസ്റ്റും. ധീര അങ്ങനെ തന്നെയാണോ? ധീരയായാ മതി, കങ്കുവാവണ്ട. സംഭവമുള്ള കാരണം അവസാനം മകന്റെ പടിയിലാ കിടക്കണേ. അല്ലെങ്കിൽ ഇവന്റെ അവനായിരിക്കും ചിലപ്പോ ചെറുപ്പത്തിലെ ലാലേട്ടൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം. ഇവൻ മകൻ മകനെ എന്തായാലും സംഭവം കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ. ബൈ.